കൂട്ടുകാരെ, എൻ്റെ കുറച്ച് കൃഷി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, കുറേയൊക്കെ ഉണ്ടായിന്, ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും പുഴുതിന്ന് പോവുക. ഇതിൽ തന്നെ ഈ ചട്ടിയിൽ കുറേ കഞ്ഞിക്കുറുക്കൻ്റെ ഇതുണ്ട്, ചെടി ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി. ഇനി പുതുതായിട്ടെല്ലാം ഉണ്ടാക്കി വരണം. ഇത് എന്താണെന്ന് വെച്ചാൽ മണി പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടിയാണ്. അപ്പോൾ അത് പടർത്താത്ത കാരണം ഇങ്ങനെ താഴോട്ടേക്ക് തന്നെയാണ് വേര് പോകുന്നത്. ഇപ്പം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ ഇതാണെങ്കിൽ മഞ്ഞളാണ്, പച്ചമഞ്ഞൾ ഞാൻ കുഴിച്ചിട്ടതാണ്, നന്നായി വരുന്നുണ്ട്. പിന്നെ കഞ്ഞുണ്ണി ഉണ്ട്, കുട്ടികൾക്ക് വെളിച്ചെണ്ണ മുടിയിലൊക്കെ താരനൊക്കെ നല്ലതാണല്ലോ വെളിച്ചെണ്ണ കാച്ചിട്ട്. പിന്നെ തുളസിൻ്റെ തുളസി കുറേ പോയി, കുറേ നശിച്ചു പോയി, ഒരുപാടുണ്ടായിരുന്നു. അതിൽ ചെറിയ കറ്റാർവാഴേൻ്റെ ഉണ്ട്, അതെല്ലാം പോയി. ഇവിടെ മയിൽ വരാറുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കൊത്തിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പോയതാണ്. പിന്നെ ഇതാ ഒരു കാര്യം കാണണോ, ഇപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ്. നടക്കുന്ന സമയത്ത് ഇവിടെ തേനീച്ചക്കൂട് കണ്ടോ, അങ്ങോട്ട് ചെറിയൊരു മാവുണ്ട് ഇവിടെ, അടുത്ത വീട്ടിലെ മാവാണ്, ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ. അപ്പോൾ അവിടെ ഇതാ ഒരു തേനീച്ച കൂട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മോള് പിന്നെ കാണിച്ചു തരും, അമ്മേ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ കുറച്ച് ചീരകൃഷിയുണ്ട്. പിന്നെ ഇതാ ഒരു പച്ചമുളക് മരമുണ്ട്, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്നറിയില്ല, അതിൽ പുഴുക്കുത്ത് വന്ന പോലെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോകാം, അവിടെയുണ്ട് കുറച്ച് വലിയൊരു പച്ചമുളക് മരമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ മയിലുകൾ വന്നിട്ട് കൊത്തി തിന്നു ഇടയ്ക്ക് വന്നിട്ട്, അപ്പോൾ അതിൻ്റെ മുട്ടുകളെല്ലാം നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവാൻ പ്രയാസം. പക്ഷെ ഇന്നെങ്കിൽ ഒരു കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 5-8 എണ്ണം കിട്ടി, അധികം നന്നായിട്ടുണ്ടാവുന്നതായിന്. പിന്നെ ഈ ഇവിടെയൊക്കെ കാട് നിറഞ്ഞിട്ട് പുല്ലും ഒക്കെ ആയിട്ട്. കിണറൊക്കെ കണ്ടില്ലേ, കിണറ്റിലിപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട്, ആദ്യം വെള്ളമില്ലേ കുറവായിരുന്നു. ആ സമയത്താണ് മഴ പെയ്തപ്പോൾ ബുദ്ധിമുട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പൂച്ച എപ്പോഴും വരുന്നതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിപ്പൊക്കെ, നന്നായിട്ട് ചോറ് കഴിക്കണം. അപ്പം ഞാൻ ബാക്കി വരുന്ന ചോറൊക്കെ കറിയിൽ കുഴച്ചിട്ട് അതിന് ഇവിടെ പുറത്ത് വെച്ച് കൊടുക്കും. നല്ല വെട്ടാണ്, എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. ഇവക്ക് 2 അനിയത്തിമാരും ഉണ്ട്, അവരും വരും. ഇവളാണ് അധികം വരും അവിടെ. ഇത് കണ്ടില്ലേ, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അവിടേക്കിപ്പോൾ അങ്ങനെ ക്ലിയറായിട്ട് കാണുന്നില്ല, നല്ല ചെടികളും ഇതൊക്കെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ട് കാടായി കിടക്കുന്നുണ്ട്. വേനൽക്കാലത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ അവിടെ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയം വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ചക്ക തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ചിലപ്പം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും. പക്ഷെ എനിക്കൊരു ബർത്ത്ഡേക്ക് പോകാനുണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടീൻ്റെ ഒരു ബർത്ത്ഡേക്ക് പോകാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും, അപ്പോഴേക്കും ഇത് പഴുക്കാനായിരിക്കും സാധ്യത കൂടുതൽ. പഴുത്തതാണെ എല്ലാവരും കഴിക്കും, പൊരിച്ചാലൊക്കെ പഴം പൊരിക്കുന്ന പോലെയൊക്കെ പൊരിച്ചാലൊക്കെ കഴിക്കുമല്ലോ. പച്ചയാകുമ്പോൾ ആർക്കും വേണ്ട പുഴുങ്ങിയാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം.